ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മെഡ്കോഡ് എഡ്യൂക്കേഷൻ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് മെഡിക്കൽ കോഡിങ് പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സെൽഫ് സ്റ്റഡി ചെയ്യുക, ഒരുപാട് വലിയ വലിയ ടോപ്പിക്സുകളൊക്കെയുള്ള വലിയ ബുക്കല്ലേ പഠിക്കാനുള്ളത്. സോ എങ്ങനെയാണ് എല്ലാം കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പഠിക്കുക എന്നൊക്കെ പലരുടെയും ഡൗട്ടാണ്. സോ വളരെ ഈസി ആയിട്ട് എങ്ങനെ ഒരു CPC സർട്ടിഫിക്കറ്റ് നമുക്ക് കയ്യിൽ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സർട്ടിഫിക്കറ്റ് എങ്ങനെ പെട്ടെന്ന് നമുക്ക് അച്ചീവ് ചെയ്യാം, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ആദ്യം തന്നെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ കുഞ്ഞിലെ ഏതെങ്കിലും ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താവാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ ആരാവണം എന്നൊക്കെ നമ്മൾ അന്ന് തന്നെ പറയും, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് എഞ്ചിനീയർ ആവണം എന്നൊക്കെ അല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കേഷൻ എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഡിഫൈൻ യുവർ ഒബ്ജക്റ്റീവ്, ഐഡൻറ്റിഫൈ ദി സർട്ടിഫിക്കേഷൻ യു വാണ്ട് ടു അച്ചീവ്. അതായത് നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കേഷൻ എന്താണ്, നിങ്ങൾക്ക് അച്ചീവ് വേണ്ട എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ കണ്ടെത്തി വയ്ക്കുക. അതായത് ഇപ്പം CPC ആവാം, CCS ആവാം, CCSP ആവാം. ഓക്കെ, മെഡിക്കൽ കോഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് അച്ചീവ് വേണ്ടത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ക്രിയേറ്റ് എ ടൈം ലൈൻ, ഒരു കറക്റ്റായിട്ടൊരു ടൈം പീരീഡ് നമ്മൾ കണ്ടുപിടിക്കുക. അതായത് നമുക്കിപ്പം എത്രയാണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, അതായത് നമുക്ക് എപ്പോൾ തുടങ്ങണം, അതുപോലെ എപ്പോൾ എൻഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഒരു 2 മാസം കൊണ്ട് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടണം എന്നാണെന്നുണ്ടെങ്കിൽ എവിടെ മുതൽ എവിടം വരെ നമുക്ക് പഠിക്കണം. ഓക്കെ, എക്സാം എപ്പോൾ എടുക്കാം എന്നുള്ളതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ പറയില്ലേ, ഇപ്പോൾ നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും എനിക്ക് സർട്ടിഫിക്കേഷൻ കിട്ടണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോൾ മുതൽ പഠിച്ചുകൊണ്ട് പോകണം എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ. അതുപോലെ ഒരു ടൈം ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. ഇത് രണ്ടെണ്ണമാണ് ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമ്മൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഓക്കെ, ഗ്യാദർ സ്റ്റഡി മെറ്റീരിയൽസ്. അതായത് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുമ്പം എന്തൊക്കെ ടെക്സ്റ്റ് ബുക്സാണ് നമുക്ക് ആവശ്യമുള്ളത്, കോഡിംഗ് ബുക്സുകൾ. അതായത് ICT 10CM വേണം അല്ലേ, ICT ബുക്ക് വേണം, അതുപോലെ CPT വേണം. ഓക്കെ, അതുപോലെ HIPICS ലെവൽ 2. ഓക്കെ, ഈ 3 ബുക്സാണ് നമുക്ക് മെയിനായിട്ട് കയ്യിൽ വേണ്ടത്. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. നമുക്ക് ടെക്സ്റ്റ് ബുക്കായിട്ടില്ല, പക്ഷെ നമ്മളത് നോർമലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നോളേജാണ് ഈ അനാറ്റോമി, ഫിസിയോളജി, മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നതൊക്കെ അല്ലേ. കൂടെ തന്നെ കോഡിംഗ് ഗൈഡ് ലൈൻസ് നമ്മൾ പഠിച്ചു പോകുന്നത് കൊണ്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ അനാറ്റോമിയൊക്കെ നമ്മൾ എക്സ്ട്രാ നീറ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമുക്ക് വേണ്ട ടെക്സ്റ്റ് ബുക്സ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പോയിൻറ്റ്. ഇനി നെക്സ്റ്റ്, ഓൺലൈൻ റിസോഴ്സസ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ടൈം ലൈനിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പഠിക്കണം. പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ഓൺലൈൻ റിസോഴ്സസ് അവൈലബിൾ ആണ് അല്ലേ. AAPCയുടെ തന്നെ പല ടൈപ്പ് വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. സോ അതൊക്കെ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അതായത് അമേരിക്കൻ അക്കാഡമി ഓഫ് പ്രൊഫഷണൽ കോഡേഴ്സ് AAPC വെബ്സൈറ്റ് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. നമുക്കതിനകത്ത് പോയി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാനൊക്കെ ആയിട്ട് പറ്റും. അതുപോലെ തന്നെയുള്ളൊരു വേറൊരു വെബ്സൈറ്റാണ്, ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ് അമേരിക്കൻ ഹെൽത്ത് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ AHIMA വെബ്സൈറ്റ്. അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ മെഡിക്കൽ കോഡിംഗ് ഫോറംസ് ആൻഡ് ഡിസ്കഷൻസ് ഗ്രൂപ്പ്. ഓക്കെ, ഇങ്ങനൊരു ഗ്രൂപ്പുണ്ട്. അതിനകത്ത് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. സോ ഇതൊക്കെയാണ് ഓൺലൈൻ റിസോഴ്സസ് ആയിട്ട് വരുന്നത്. സോ അതിലൊക്കെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നോളേജൊക്കെ ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രാക്ടീസ് എക്സാംസ് ആൻഡ് ക്വിസസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കാരണം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക, എക്സാം ക്വിസുകളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യൂട്ടിലൈസ് ഓൺലൈൻ റിസോഴ്സസ് ഓർ സ്റ്റഡി ഗൈഡ്സ് ദാറ്റ് ഓഫർ പ്രാക്ടീസ് എക്സാംസ് ആൻഡ് ക്വിസസ്. ഈ ഓൺലൈൻ റിസോഴ്സസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, അതിനകത്ത് ഒരുപാട് പ്രാക്ടീസ് ടെസ്റ്റുകളും മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവും. സോ അതെല്ലാം മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് എ സ്റ്റഡി പ്ലാൻ. ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഡെവലപ്പ് ചെയ്യാം.
അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാറില്ലേ, ഒരു ദിവസം ഇത്ര എണ്ണം ഇത്ര സബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട്. അതേപോലെ തന്നെയാണ് ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. എന്താ അതിനകത്ത് പറയുന്നത് നമുക്ക് നോക്കാം. ബ്രേക്ക് ഡൗൺ സ്റ്റഡി മെറ്റീരിയൽസ്. ഡിവൈഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ ടു മാനേജബിൾ ചങ്ക്സ് ഫോക്കസിങ് ഓൺ വൺ ടോപ്പിക് ഓർ ചാപ്റ്റർ അറ്റ് എ ടൈം. യെസ്, അതായത് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ചെറിയ ചെറിയ ചങ്ക്സ് ആക്കുക. ഓക്കെ, ചെറിയ ചെറിയ ചങ്ക്സ് ആക്കി ഡിവൈഡ് ചെയ്തതിന് ശേഷം ഓരോ ദിവസം അല്ലെങ്കിൽ ഒരു സമയത്ത് ഏതൊക്കെ ചാപ്റ്റർ അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്നുള്ളതെല്ലാം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വയ്ക്കുക. അപ്പോൾ ഒരു ദിവസം ഒരു ചാപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ICD-യിൽ ഒരു ചാപ്റ്റർ, CPT-യിൽ ഒരു ചാപ്റ്റർ, HIPICS-ൽ ഒരു ചാപ്റ്റർ, അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു ദിവസം ഇത്ര എണ്ണം നമുക്ക് പഠിക്കണം, നെക്സ്റ്റ് ഡേ എന്താണ് പഠിക്കേണ്ടത്, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വയ്ക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അതുപോലെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്രിയേറ്റ് എ സ്റ്റഡി ഷെഡ്യൂൾ. കറക്റ്റായിട്ടൊരു ഷെഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അതായത് എന്തതിനകത്ത് പറയുന്നത്, അലോക്കേറ്റ് സ്പെസിഫിക് ടൈംസ് ഫോർ സ്റ്റഡിയിങ്, റിവ്യൂയിങ് ആൻഡ് പ്രാക്ടീസിങ് ഈച്ച് ഡേ പെർ വീക്ക്. ഓക്കെ, അതായത് എല്ലാ ദിവസവും എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കുക, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ റിവ്യൂ ചെയ്ത് നോക്കുക, അങ്ങനെ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഡെയിലി നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റഡി ഷെഡ്യൂൾ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി തേർഡ് വൺ, റിവ്യൂ ആൻഡ് പ്രാക്ടീസ് റെഗുലർലി. ഞാനിപ്പോൾ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നല്ലതുപോലെ നമ്മൾ റിവ്യൂ ചെയ്യാം. ഓക്കെ, ഏതൊക്കെ ടോപ്പിക്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്തതിന് ശേഷം നന്നായിട്ട് എന്ത് ചെയ്യുകയാണ്, ഇമ്പ്രൂവ് ചെയ്യുക. ഓക്കെ, പിന്നെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് ടേക്ക് ബ്രേക്സ്. ഇതും ഒരുവിധം നോക്കുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നമുക്കാണെങ്കിലും ബോറടിക്കും, അതുപോലെ തന്നെ നമ്മുടെ മൈൻഡിനാണെങ്കിലും ബോറടിക്കും. ഓക്കെ, നമ്മൾ എങ്ങനെയെങ്കിലും ബോറടിച്ചാലും ഓക്കെ ഞാൻ ഇരിക്കും, ഞാൻ ഇരുന്ന് തീർത്തിട്ടേ ഞാൻ നെക്സ്റ്റിലോട്ട് പോകുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ മാക്സിമം നമ്മുടെ മൈൻഡ് റിലാക്സ് ആയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നമ്മുടെ ഈ ഒരു എക്സാം അല്ലെങ്കിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യനിൽ നമുക്കൊരു ഫോക്കസ് വരത്തുള്ളൂ. ഓക്കെ, മൈൻഡ് നല്ല രീതിക്ക് നമ്മൾ റിലാക്സ് ആക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് കംപ്ലീറ്റായിട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കും. ഓക്കെ, അപ്പം നമുക്ക് മെൻ്റലി നമ്മൾ കുറച്ച് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാം നമുക്ക് നീറ്റായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നല്ലൊരു ഫോക്കസ് നമുക്ക് കിട്ടില്ല. ഈ ഒരു എക്സാമിന് വേണ്ടത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം, നല്ലതുപോലെ ഫോക്കസ് ചെയ്യണം, നല്ലൊരു ഫോക്കസ്, അതുപോലെ നന്നായിട്ട് ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അതുപോലെ തന്നെ ഗൈഡ് ലൈൻസ് തറവാക്കണം. ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മുടെ മൈൻഡ് മാക്സിമം റിലാക്സ് ആക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം റെഗുലറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞില്ലേ സ്റ്റഡി നമ്മൾ ടൈം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് ബ്രേക്കിന് വേണ്ട പോർഷൻസും കൂടെ നമ്മൾ കറക്റ്റായിട്ട് അവിടെ ആയിട്ട് ഇട്ട് വയ്ക്കുക. ഓക്കെ, എവിടെയൊക്കെ ബ്രേക്ക് എടുക്കണം, ഒരു ചാപ്റ്റർ കഴിഞ്ഞു കുറച്ച് ബ്രേക്ക്, ഓക്കെ നെക്സ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു കുറച്ച് ബ്രേക്ക്, അങ്ങനെ. അപ്പം അതാണ് പറയുന്നത്. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് സ്റ്റേ അപ്ഡേറ്റഡ്. നന്നായിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം ഓരോ ഇയറിൽ നമ്മുടെ കോഴ്സുകൾ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അപ്ഡേറ്റഡ് ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് വലിയ നോളേജ് ഉണ്ടാവില്ല. എക്സാം സമയത്ത് അധികം ബുദ്ധിമുട്ട് വന്നില്ലെങ്കിൽ പോലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കോഴ്സ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളെന്നും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാം. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ചാപ്റ്ററായിട്ടാണ് ഞാൻ ഓരോ ദിവസം പോയിക്കൊണ്ടിരുന്നത്. അതായത് ഒരു ചാപ്റ്റർ ഒരു ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ക്വസ്റ്റ്യൻസും ആദ്യം ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യും. എന്നിട്ട് അതിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, അപ്പോൾ ഞാനൊക്കെ ഓൺലൈൻ എന്ന് പറയുമ്പോൾ യൂട്യൂബ് എടുക്കും, അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ ചെയ്യും, അങ്ങനെയൊക്കെ പല സൈറ്റുകളിൽ നിന്നും പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് എല്ലാം ചെയ്ത് നോക്കും. അപ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മളൊരു 3-4 തവണയൊക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അത്രയും എക്സ്പീരിയൻസ് ആവും, ആ ഒരു കോഡുമായിട്ട് നമ്മൾ അത്രയും
എന്താ അടുത്ത് ഇടപഴകുക എന്ന് പറയില്ലേ, അങ്ങനെ ആയി മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. നമുക്ക് തന്നെ അറിയാൻ പറ്റും ഇന്ന കോഡ് ഏത് ഭാഗത്താണെന്ന് പോലും നമുക്കറിയാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലാണോ, പേജിൻ്റെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് വരെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അങ്ങനെ ഡെയിലി ഓരോ ചാപ്റ്റേഴ്സായിട്ട് നീറ്റായിട്ട് ഒരുപാട് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടുമോ അതൊക്കെ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതൊരു നമുക്ക് എന്താ പറയുക, ഒരു പ്രാക്ടീസായിട്ട് വരും. നമുക്കതൊരു ഇഷ്ടമാവും. കയ്യിലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അപ്പം അത് സോൾവ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ടെൻഷനാണ്. അങ്ങനെ അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ എത്ര എണ്ണം കിട്ടുമോ അത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല യൂസ്ഫുള്ളായിരിക്കും നമുക്ക്. ഓക്കെ, നമുക്ക് തന്നെ സ്വയം ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ വേറൊന്നിനുമല്ല. നമ്മൾക്ക് സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ രീതിക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മളൊരു ഡെഡ് ലൈൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് റിവിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പം ഒരു ദിവസം 2 ചാപ്റ്റർ വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വന്നു. അത് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ അടുക്കുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടി റിവിഷൻ ചെയ്യാനുള്ള ടൈം കൂടെ നമുക്ക് വേണം. ഓക്കെ, ഒന്നുകൂടെ റിവിഷൻ കൂടെ നമുക്ക് മസ്റ്റാണ്. കാരണം നമുക്ക് മറന്നു പോയിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും മറന്നിട്ടുണ്ടെങ്കിൽ നമുക്കതുകൂടെ പൊടിതട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ടൈം കൂടിയാണ് ഈ റിവിഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുകൂടെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് മൈൻഡ് കുറച്ച് ഫ്രീ ആവുമല്ലോ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് അല്ലേ. യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ സോൾവ് ചെയ്ത് വരുമൊന്നും വേണ്ട. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്ത് വന്നതിന് ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് എക്സാമൊക്കെ എഴുതുന്നതിൻ്റെ ഒരു 3-4 ദിവസം മുന്നൊക്കെ ആയിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഏകദേശം നല്ലൊരു ഫെമിലിയറിറ്റി നമുക്ക് കിട്ടും ഈ കോഡ്സുമായിട്ട്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ഫ്രണ്ടാക്കി വെക്കുക. ഫ്രണ്ട്ഷിപ്പല്ല, നല്ല ഫ്രണ്ട്സായിട്ടിരിക്കുക. നമ്മളും ടെക്സ്റ്റ് ബുക്കും അത്രമാത്രം കൂട്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ക്വിക്കായിട്ട് കോഡ് എടുക്കാൻ പറ്റുള്ളൂ. ടൈമാണ് ഇവിടെ നമ്മുടെ വില്ലൻ അല്ലേ. 2 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ടൈമാണ് ഏറ്റവും വലിയ വില്ലൻ. അപ്പോൾ ടൈം നിൽക്കത്തില്ല, അത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് ബുക്ക് പെട്ടെന്ന് സ്പീഡിൽ മറിച്ച് നോക്കി കോഡ് എടുക്കാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം നമ്മൾ വളരെ സ്ലോ ആയിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ ടൈം പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനും പറ്റില്ല, മൊത്തത്തിൽ കുളവും. അതുകൊണ്ട് ടൈമിനെ നമ്മൾ എങ്ങനെയെങ്കിലും പുറകിലോട്ടാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ സ്പീഡാവണമെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് തന്നെയാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പ്രാക്ടീസ് ചെയ്യുക, പ്രാക്ടീസ് ടെസ്റ്റുകൾ നടത്തുക, മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുക, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മൾ മടിയില്ലാതെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് വളരെയേറെ ഇങ്ങനെയാണ് സെൽഫായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ട ഒരു രീതി. എൻ്റേതായ രീതി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും, യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.